അലൈഹി വസല്ലമ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ സഹാബത്ത് എല്ലാവരും ഉറക്കങ്ങനെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. എല്ലാവരും ഒറ്റക്കൊറ്റക്ക് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ദിവസത്തിലാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും അള്ളാഹുവിനോടുള്ള മുനാജാത്തിനാണ്. പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസം ഉണ്ടാകുന്നത് ഉറക്ക ഓതരുത് എന്ന് ഞങ്ങൾ നിർദ്ദേശം നൽകുകയും, പള്ളിയിൽ ആരാധനയാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒറ്റക്കൊറ്റക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പതുക്കെയായി പ്രത്യേകം സുന്നത്താണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിലായി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കടന്നു വന്നപ്പോൾ ഒരാളിങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുകയും വളരെ ഗൗരവത്തോടുകൂടെ ചോദിച്ചു, എവിടെയാണ് നിൽക്കുന്നത് എന്ന ബോധം നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്കില്ലേ എന്ന് ചോദിച്ചു. അത് മാത്രം ചോദിച്ച് മതിയാക്കുകയാണ്. പള്ളിയിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നതും അതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിആറുകളിൽപ്പെട്ടതാണ് വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഹൃദയത്തിൽ തഖ്വയുള്ളവർക്കാണ് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കാൻ സാധിക്കുക. അല്ലാഹുവിന്റെ പള്ളി എന്ന് പറയുമ്പോൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ളത് മസാജിദുഹാ, ആ സ്ഥലങ്ങളിൽ പള്ളിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ വരുമ്പോൾ ഒരുപാട് മര്യാദകളുണ്ട്. ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് ബിസ്മി ചൊല്ലി അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരണം എന്ന പ്രാർത്ഥനയോടുകൂടെ വലത് കാല് വെച്ചാണ് പള്ളിയിൽ കയറേണ്ടത്. പള്ളിയിൽ കയറിയ ഉടനെ ഒരിക്കലും ഇരിക്കരുത്. ഫഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ് ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ. രണ്ട് റകഅത്ത് പള്ളിയുടെ തഹിയ്യത്ത് നിസ്കാരം, രണ്ട് റകഅത്ത് പ്രത്യേകം സുന്നത്താണ്. നിസ്കരിച്ചതിന് മാത്രമേ പള്ളിയിൽ ഇരിക്കാവൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പള്ളിയുടെ ബഹുമാനമാണ്. പള്ളിയിൽ കടന്നു വരുമ്പോൾ ജമാഅത്തൊക്കെ നടക്കുമ്പോൾ, അതല്ലെങ്കിൽ ജുമാ നടക്കുമ്പോൾ പല ആളുകളും കാണാം ആ പള്ളിയുടെ മുകളിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ടുണ്ടെങ്കിലും ഇടയിൽ ഇരിക്കാൻ വേണ്ടി മുൻപിലെ സഫിലേക്ക് മറ്റുള്ള ആളുകളുടെ തോട് ചാടി കടന്നു വരുന്ന ഈ സമ്പ്രദായം ചില ആളുകൾക്ക് വളരെ അപൂർവമായി കാണാൻ സാധിക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചാടിക്കടന്ന് മുന്നോട്ട് വരും ഹറാമാണ്. ഏറ്റവും സുന്നത്തായ ശ്രേഷ്ഠമായ സഫ് ഒന്നാം സഫാണെങ്കിലും അത് ഏറ്റവും നേരത്തെ വന്നിരിക്കുകയാണ് വേണ്ടത്. അതേ സമയത്ത് എല്ലാവരും വരുന്നതിന് ശേഷം കടന്നു വരുന്ന ആളുകൾ പിന്നെ അവർക്കുള്ള സ്ഥലങ്ങളിലായിരിക്കും മുന്നിൽ സ്ഥലം ഉണ്ടാക്കിയിരിക്കാൻ പാടില്ല. അത് ചാടിക്കടന്നു വരൽ ഹറാമാണ് എന്ന് പണ്ഡിതന്മാരൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പള്ളിയുടെ ബഹുമാനം കാത്തു സൂക്ഷിക്കണം. പള്ളിയിൽ വരുമ്പോൾ എപ്പോഴും നല്ല ശുദ്ധിയുള്ള വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വരണം. കാരണം നമ്മൾ മുനാജാത്ത് നടത്തുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാണ്. ഏറ്റവും ഭംഗിയാക്കപ്പെടേണ്ട സന്ദർഭം നിസ്കാരത്തിലാണ്. നിസ്കാരത്തിലേക്ക് വരുമ്പോഴാണ്. ആ നിസ്കാരത്തിന് വേണ്ടി വരുന്ന പള്ളിയിൽ വരുമ്പോഴാണ് പ്രത്യേകം ശുദ്ധിയും വൃത്തിയും അതുപോലെ തന്നെ മോശപ്പെട്ട വാസനകളൊക്കെ ഒഴിവാക്കി വരണം. നമ്മുടെ മുഅ്മിനീങ്ങളോടൊപ്പം കാത്തിബീങ്ങളായ മലക്കുകൾ ഉണ്ടാവും. എന്തെല്ലാം മുഅ്മിനീങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അതെല്ലാം മലക്കുകൾക്കും ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്കും മലക്കുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാസനകളോ വൃത്തികേടുകളോ ഒന്നും ഇല്ലാതെ വളരെ ശുദ്ധിയോടുകൂടിയായിരിക്കണം പള്ളിയിലേക്ക് വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയുടെ ബഹുമാനം കാത്തു സൂക്ഷിക്കാൻ, അതുപോലെ പള്ളിയിൽ കാണുന്ന വൃത്തികേടുകൾ ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല നമ്മളെല്ലാവരുടേതാണ് പള്ളി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റേതാണ് പള്ളി. എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കൽ നമ്മുടെ കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പള്ളി അടിച്ചു വരുന്ന പള്ളിയുടെ മുറ്റം വൃത്തിയാക്കുന്ന ഒരു മരണപ്പെട്ടപ്പോൾ അവരെ പ്രത്യേകം പരിഗണിക്കുകയും അവർക്ക് വേണ്ടി അവരെ ഖബർ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞ് തങ്ങൾ പ്രത്യേകം പരിഗണിച്ചവരുടെ പേരിൽ മയ്യത്ത് സ്കരിക്കുകയും ചെയ്തത് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് പള്ളിയുടെ വൃത്തി എപ്പോഴും കാത്തു സൂക്ഷിക്കുക, ബഹുമാനിക്കുക. അത് നാളെ നമുക്ക് സ്വർഗത്തിൽ ഭവനം ഒരുങ്ങാൻ കാരണമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമ്മുടെ ചെന്നൈയിൽ നമ്മുടെ തങ്ങളുടെ ദിവസത്തിന്റെ